അതിർത്തിയിൽ വീണ്ടും പാക് പ്രകോപനം. കുപ്വാര, ഉറി, അഖ്നൂർ എന്നിവിടങ്ങളിൽ വീണ്ടും പാക് വെടിവയ്പുണ്ടായി. അതിനിടെ നിയന്ത്രണ രേഖ കടക്കാതെ പാകിസ്ഥാനിലെ ഭീകരരുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിടാൻ സേനാ വിഭാഗങ്ങൾ ആലോചിക്കുന്നതായുള്ള റിപ്പോർട്ടും പുറത്തുവന്നു. ലഷ്കർ ഇ തോയ്ബ മേധാവി ഹാഫിസ് സയ്യിദിന്റെ ലാഹോറിലെ വസതിയുടെ സുരക്ഷ പാകിസ്ഥാൻ വർദ്ധിപ്പിച്ചതായും റിപ്പോർട്ടുണ്ട്. അതേസമയം സാങ്കേതിക സംവിധാനങ്ങളുടെ സഹായത്തോടെ അന്വേഷണം ശക്തമാക്കുകയാണ് NIA. ബി ബാലഗോപാൽ കൂടി നമുക്കൊപ്പം തുടരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. സൈന്യം എങ്ങനെയാണ് ആ മേഖലയിൽ ഇപ്പോൾ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? സുരക്ഷാ സംവിധാനങ്ങൾ, സന്നാഹങ്ങൾ എത്രത്തോളമാണ്? കശ്മീരിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ബാലഗോപാൽ. തുടർച്ചയായി 7ാം ദിവസമാണ് മോത്തി ഈ അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ സൈന്യം ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർത്തത്. 3 ഇടങ്ങളിലാണ് ഇന്നലെ രാത്രി ഇങ്ങനെ പാകിസ്ഥാൻ ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഈ വെടിയുതിർത്തിരിക്കുന്നത്. അതിൽ 2 എണ്ണം നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തും 1 എണ്ണം രാജ്യാന്തര അതിർത്തിയിലുമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ത്യൻ സൈന്യം കനത്ത തിരിച്ചടിയാണ് ഈ പാക് പ്രകോപനങ്ങൾക്ക് നൽകിയത്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ തിരിച്ചടിയിൽ പാകിസ്ഥാൻ്റെ പല പോസ്റ്റുകൾക്കും കാര്യമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യൻ സൈന്യം നടത്തുന്ന ഓരോ നീക്കങ്ങളിലും അക്ഷരാർത്ഥത്തിൽ അവർ ഈ പേടിക്കുന്നു, അല്ലെങ്കിൽ അവർ ഭയപ്പെടുന്നു എന്നതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. ഈ ലഷ്കർ ഇ തോയ്ബയുടെ നേതാവായ ഹാഫിസ് സയ്യിദിൻ്റെ ലാഹോറിൻ്റെ വസതിയിൽ സുരക്ഷ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ഇപ്പോൾ പാകിസ്ഥാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതായത് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഒരു കമാൻഡോ ഓപ്പറേഷനോ ഒരു സർജിക്കൽ സ്ട്രൈക്കോ ഒക്കെ ഈ ലഷ്കർ തലവന് നേരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന ആശങ്കയിലാണ് ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് പാകിസ്ഥാൻ കടക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ എലൈറ്റ് കമാൻഡോ ഫോഴ്സിനാണ് നിലവിൽ ഹാഫിസ് സയ്യിദിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. ഹാഫിസ് സയ്യിദ് സാങ്കേതികമായി പറയുകയാണെങ്കിൽ ഈ പാകിസ്ഥാനിൽ അദ്ദേഹം വീട്ടുതടങ്കലാണ്. ലാഹോറിലെ ജനവാസ കേന്ദ്രങ്ങളിലാണ് കടക്കാതെ തന്നെ പാക് കേന്ദ്രങ്ങളെ, ഈ ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിടുക എന്നതാണല്ലോ സൈന്യം ഈ ഘട്ടത്തിൽ ആലോചിക്കുന്ന ഒന്ന്. അതിനുള്ള നീക്കങ്ങൾ പ്രകടമാണോ? മോത്തി, അത് ഇന്ത്യൻ സൈന്യം പദ്ധതിയിടുന്ന അതായത് പല പരിഗണനയിലുള്ള ഒരു തിരിച്ചടിയുടെ ഒരു മാർഗം മാത്രമാണത്. അതായത് നിലവിൽ ഈ അതിർത്തി കടക്കാതെ തന്നെ, നിയന്ത്രണ രേഖയോ രാജ്യാന്തര അതിർത്തിയോ കടക്കാതെ തന്നെ ഇന്ത്യൻ അതിർത്തിയിൽ നിന്നുകൊണ്ട് ഈ പാകിസ്ഥാൻ്റെ ഭീകരവാദ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ അവരുടെ ലോഞ്ച് പാഡുകൾ തകർക്കുക എന്നൊരു ലക്ഷ്യമാണ് ഇന്ത്യ ഇപ്പോൾ ആസൂത്രണം ചെയ്യുന്നതെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇതിൽ ലഷ്കർ ഇ തോയ്ബയുടെ ഹെഡ്ക്വാർട്ടേഴ്സും അതുപോലെ തന്നെ ബാഗൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഈ ഹെഡ്ക്വാർട്ടേഴ്സും അങ്ങനെയുള്ള കേന്ദ്രങ്ങളിലേക്ക് ഭീകരവാദത്തിന് നേരിട്ട് ഉപയോഗിക്കുന്ന പാകിസ്ഥാൻ മണ്ണിലെ സ്ഥലങ്ങൾ, ആ പ്രദേശങ്ങളിലേക്കുള്ള ആക്രമണം നടത്തുന്നതിനാണ് ഇന്ത്യ പദ്ധതിയിടുന്നതെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇതിനായി ദീർഘദൂര മിസൈലുകൾ, അതുപോലെ തന്നെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യോമസേനയുടെ അഭിമാനമായ യുദ്ധവിമാനങ്ങൾ, നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾ എന്നിവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിർത്തി കടക്കാതെ തന്നെ ഈ പാകിസ്ഥാനിലെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന കേന്ദ്രങ്ങൾ, അതിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ തകർക്കുക എന്നൊരു ലക്ഷ്യമാണ് അല്ലെങ്കിൽ അതിലെ നടപടികളിലേക്ക് ഇന്ത്യ ആലോചിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്നതിനെ കുറിച്ചും ഇന്ത്യ ഒരു ഘട്ടത്തിൽ ആലോചിച്ചതായി ഈ റിപ്പോർട്ടുകളിലൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിർത്തിയിൽ വലിയ സേനാ വിന്യാസമാണ് പാകിസ്ഥാൻ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ അതിർത്തി കടക്കാതെ തന്നെ, കാരണം നമുക്ക് അതിനുള്ള കാര്യപ്രാപ്തിയുണ്ട്, നമുക്ക് അതിനുള്ള ആയുധങ്ങളുണ്ട്, നമുക്ക് അതിനുള്ള മിസൈലുകളുണ്ട്, നമുക്ക് അതിനുള്ള പോർ വിമാനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ അതിർത്തിയിൽ നിന്നുകൊണ്ട് പാകിസ്ഥാനെതിരെ ശക്തമായ നടപടിക്ക് ഇപ്പോൾ സേനാ വിഭാഗങ്ങൾ ആലോചിക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഏതായാലും വൈകാതെ തന്നെ ഇന്ത്യയുടെ ഈ തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്. ശരി ബാലഗോപാൽ.